ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു ആലു പറാത്തൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. വരും നമുക്ക് വീഡിയോ കാണാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മാവൊന്ന് പാകമാക്കി എടുക്കാം. അതിനായിട്ട് 2 കപ്പ് മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് നടുവിലൊരു കുഴിയാക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ചുടുവെള്ളം കുറച്ചെടുത്തിട്ട് നമ്മൾ മാവ് യൂഷ്വൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാവ് കുഴച്ചെടുക്കാം. സെയിം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേ പരുവം തന്നെയാണ് നമ്മൾ മാവ് യൂഷ്വൽ കുഴച്ചെടുക്കണം. അതേ ടൈപ്പിൽ തന്നെയാണ് കുഴച്ചെടുക്കാം കേട്ടോ. മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബൗളാക്കിയിട്ട് നമ്മൾ പറാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. മസാല തയ്യാറാക്കാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഗ്രീൻ ചില്ലിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണം. കൊറിയാണ്ടർ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ പോവാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്ത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ്, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ ബോളാക്കി വെച്ചിട്ടുണ്ട്, മസാല ബോളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് മാവും ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി പറാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് ബോളൊക്കെ ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിലോട്ട് നമ്മൾ ബൗൾ ചെയ്ത് വെച്ച മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം സാരി നുറിഞ്ഞ് എടുക്കണ പോലെ നമ്മൾ ഇതുപോലെ നുറിഞ്ഞ് പിടിക്കണം. ഇതൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് നമ്മൾ പരത്തിയെടുത്താൽ മതി. ഒരുപാട് ഫില്ലിങ് പോവാത്ത ലെവലിൽ നമ്മൾ പരത്തിയെടുക്കണം. അത്രയേ വേണ്ടൂ. നമ്മുടെ പറാത്തയ്ക്കുള്ള സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. കറികളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കറി ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പറ്റും. കേടിൻ്റെ കൂടെയോ മറ്റേ കറി ഇല്ലെങ്കിൽ കേടിൻ്റെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാം പരത്തിയെടുക്കാം.
നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടൊരു ഉള്ള റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ജസ്റ്റ് ഇതുപോലെ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു അടുത്ത സ്റ്റെപ്പും കൂടെ നമ്മൾ പറയുന്നത് 2 ടൈപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ പരത്തിയെടുക്കാൻ പറ്റും നമുക്ക്. ഒരു ചപ്പാത്തി പോലെ ഒരുപാട് പരത്തരുത്. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്താൻ പാടില്ല. പറാത്ത കുറച്ച് കട്ടിയായിട്ടല്ലേ പരത്താൻ പാടുള്ളൂ. അപ്പോൾ അതുപോലെ പരത്തിയെടുത്ത ശേഷം നമ്മൾ 2 എണ്ണം ഒരേ സൈസിൽ നമ്മൾ പരത്തിയെടുക്കണം. മസാല വെച്ച് കൊടുക്കാം. മസാല കുറച്ചും അധികം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പരാത്ത പരത്തി 2 കൂടെ മേലെ വയ്ക്കുക. അതിനുശേഷം ഒന്ന് സൈഡ് ഇതുപോലെ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ്. പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ കഷ്ടമില്ല കേട്ടോ. അത് ഒന്നുകൂടെ പരത്തി കൊടുക്കാം. അത്രയേ വേണ്ടൂ. നമ്മുടെ 2 ടൈപ്പിൽ നമ്മൾ പറാത്ത പരത്തിയെടുക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആലു പറാത്ത ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട്. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്, എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പറാത്ത ഉണ്ടാക്കുന്നത് ഗീയിലാണ്. അപ്പോൾ ഗീ കുറച്ച് ഞാൻ ഒന്ന് മെൽറ്റാവാനായിട്ട് ദോശക്കല്ലിൻ്റെ പാനിൻ്റെ മുകളിൽ വെച്ചതാണ് കേട്ടോ. മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗീയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് പറാത്ത ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പറാത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നുകൂടെ പറയുകയാണ്. ഒന്നും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ലോട്ട്. ബൈ. ടേക്ക് കെയർ.